മത്തിപ്പുര എന്ന് പറയുന്നത് വെറും സെക്സിന് മാത്രമുള്ള സ്ഥലമൊന്നുമല്ല. ഞാനിപ്പോ ഇന്നലെ പരിചയപ്പെട്ട രണ്ടുപേരോടാണ് പോകുന്നത്. ഷാമിൽ നിലമ്പൂർ, അതുപോലെ തന്നെ ഉമർ ഫാറൂഖ് ഫ്രം തമിഴ്നാട് തിരുച്ചി. അപ്പോൾ ഇന്ന് ധാരാവിലേക്ക് പോകാനാണ് പ്ലാൻ. പിന്നെ അവിടെയുള്ള കുറച്ച് സ്ഥലങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യണം. നമ്മളിപ്പോൾ ധാരാവിലേക്കുള്ള ബസ്സും കാത്ത് നിൽക്കുകയാണ്. കാമാത്തിപ്പുരയും അതുപോലെ തന്നെ ചോർ ബസാറും കുറച്ച് ഡേഞ്ചർ ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. സൂക്ഷിച്ച് പോകണം, ഇല്ലെങ്കിൽ പണി കിട്ടും. നമ്മുടെ സാധനങ്ങളൊക്കെ പിടിച്ചു വെച്ചിട്ട് പിന്നെ തരില്ല. ഇപ്പോൾ ധാരാവിലേക്ക് പോവാണ്. ഇവിടുന്ന് ഒരാൾക്ക് 30 രൂപയാണ് കേട്ടോ. ഇതാണ് ബസ്. അത്യാവശ്യം ആളുകളൊക്കെ ഉണ്ട്. നമ്മളിപ്പോൾ ധാരാവിയിലെ ഒരു ചേരിയിലൂടെയാണ് നടക്കുന്നത്. നമ്മൾ കുറച്ച് മുട്ടായി വാങ്ങിയിട്ട് കുട്ടിയൊക്കെ കൊടുക്കാന്ന് വിചാരിച്ചു. ഇത് കണ്ടോ, ഇവിടെ തന്നെയാണ് കുളിക്കുകയൊക്കെ ചെയ്യുന്നത്. ഓരോ വീടും എത്ര ഇടുങ്ങിയിട്ടാണെന്ന് നോക്കിയാൽ ഒട്ടിച്ച് ഒരാൾക്ക് നടക്കേണ്ട ഒരു ഇടമുള്ളൂ. ഇതിന്റെ മുകളിൽ വീട് വരുന്നുണ്ട് കേട്ടോ. എന്റെ മോനെ, ഇതാണ് ധാരാവിയിലെ ചേരികൾ. കണ്ടോ, தாராவியை பற்றி மூவியில் பார்த்துருக்கேன், காலா மூவியில். அதுக்கப்புறம் டேரெக்டாக இங்கே பார்க்குறப்போ ரொம்ப வித்தியாசமாக இருக்குது. ஏன்னா நாம் எந்த அளவுக்கு சொஃபிஸ்டிகேட்டடாக நம்ம லைஃப் வாழ்ந்துட்டுருக்கோம். ஆனால் இங்கே பார்த்தா எல்லா இடத்துலையும் இந்த மாதிரி லேடர் இருக்குது. லேடருக்கு மேலே எல்லா இடத்துலையும் எவ்வளோ கிட்ட கிட்ட ரொம்ப நெருக்கமாக இருக்குது. ஆனால் இங்கேயும் மக்கள் வாழ்கிறாங்கன்றது நம்மளுக்கு தெரிஞ்சுக்கலாம். വീടിന്റെ ഉള്ളിലുള്ള ഒരു പള്ളിയാണ് കേട്ടോ ഇത്. ഇപ്പോൾ സമയം 1:30 ആയി. ഇപ്പോൾ ജസ്റ്റ് പള്ളിയിൽ നിന്ന് ഇറങ്ങിയിരിക്കുകയാണ്. ഇതുപോലെയാണ് ഇവിടെ സാധനങ്ങളൊക്കെ വെക്കുന്നത്, ചൂലും പാത്രങ്ങളൊക്കെ. അതിന്റെ കുട്ടികൾ കണ്ണിന് എന്തോ പ്രശ്നമുണ്ട്. ഈ ടവറൊക്കെ ഇവർ യൂസ് ചെയ്യുന്നുണ്ടോ? വസ്ത്രം ഉണക്കാനാണ് ഇതൊക്കെ യൂസ് ചെയ്യുന്നത് കേട്ടോ. ജസ്റ്റ് അവിടെ നിന്ന് ഇറങ്ങി രാവിലത്തെ ഭക്ഷണം കഴിച്ചിട്ടില്ല, അതുകൊണ്ട് തന്നെ ബ്രഞ്ചായിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് കടതപ്പാണ്. നമ്മുടെ ഫുഡ് വന്നിട്ടോ, ഇത് ചിക്കൻ ഫ്രൈഡ് റൈസ്, അതുപോലെ ഇത് വെജ് ഫ്രൈഡ് റൈസ്. ഏരിയ മൊത്തം കടകളാട്ടോ. ഇവിടെ കുട്ടികൾ കളിക്കുന്നുണ്ടോ. C1 റെയിൽവേ സ്റ്റേഷനാണുള്ളത്. ഇനി ഇവിടുന്ന് ലോക്കൽ എടുത്തിട്ട് നമ്മൾ മഹാലക്ഷ്മി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകും. എന്നിട്ട് അവിടെ നമ്മൾ ധോപ്പികെട്ട് കാണാനാണ് പ്ലാൻ ചെയ്യുന്നത്. ട്രെയിൻ എടുത്തിട്ടോ. ഇപ്പൊ 4 മണിയായി. ഇപ്പോൾ ശ്രീ സിദ്ധിവിനായക് ടെമ്പിളിലേക്കാണ് പോകുന്നത്. അപ്പൊ ഇവിടെ കുറച്ച് ജ്യൂസ് കണ്ടു, ലിംബു പാനി, സർബത്ത്, അങ്ങനെ എന്തെല്ലാം. എങ്ങനെയുണ്ട് മോനെ? അടിപൊളി സാധനം കാര്യം. ഇപ്പോൾ ടെമ്പിളിൻ്റെ അടുത്തെത്തി. ഇവിടെ മൊത്തം പൂജക്കുള്ള സാധനങ്ങളൊക്കെ വിൽക്കുന്ന ചെറിയ ചെറിയ തട്ടുകളായിട്ടുള്ള കടകളാണ്. ഇത് കണ്ടോ, മൊത്തം സ്വീറ്റ്സ് ആണ്. ഇവിടുന്ന് ഇറങ്ങാണ്. നല്ല പോലെ ക്രൗഡഡ് ആണ് കേട്ടോ. ഇവിടെ നിൽക്കുകയാണെങ്കിൽ ഒരുപാട് സമയം വേസ്റ്റ് ആവും. നമ്മളിപ്പോ ഒരു മാളിലാണുള്ളത്. മോളിൽ മൊത്തം നെറ്റാണ് കേട്ടോ. മഴ പെയ്താൽ ക്ലോസ് ആവോ? ഓ, അത് ക്ലോസ് ആവും. ഓ, കാണുന്നുണ്ട്. ഇതിലൊരു സംഭവം കേട്ടോ. ഇവിടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. മാളിതിരെ ഫുള്ളി ഓപ്പൺ അല്ല. ഇവിടെ ഹാർട്ട് ബീറ്റ് റൈസ് ആണ്. അത് ശരിയാ. ഈ മാളിന്റെ ഏറ്റവും ടോപ്പിൽ കയറുന്നതാണ്, ടെറസിന്റെ മുകളിൽ. നല്ല വ്യൂ കിട്ടും. ഇത് നോക്കിയേ, കിടിലം വ്യൂ. ഓ മൈ ഗോഡ്, ഫുള്ള് ബിൽഡിങ്സ് ആയിട്ട് എന്ത് വ്യൂ ആണെന്ന് നോക്കിയേ. ഇവിടെ നമ്മള് ധോബിഘട്ടിലേക്കാണ് പോകുന്നത്. അവിടെ തന്നെയാട്ടോ റെയിൽവേ സ്റ്റേഷൻ വരുന്നത്. അതിന്റെ നേരെ ഇപ്പുറമാണ് വസ്ത്രം അലക്കുന്ന സ്ഥലം. നമുക്ക് എന്തായാലും അങ്ങോട്ട് പോയി നോക്കാം. ഇവിടെ ഒരു ചെറിയൊരു വ്യൂ പോയിന്റ് ഒക്കെ ഉണ്ട്, അത് കാണേണ്ടിട്ടുള്ളത്. ഇവിടുന്ന് നോക്കിയാൽ തന്നെ നല്ല പോലെ കാണാൻ പറ്റും. അതുകൊണ്ടോ എത്ര ജീൻസ് അവിടെ ഇട്ടതെന്ന്. അലക്കുന്നുണ്ടോ കേട്ടോ ഇവിടെ നിന്നുള്ള കാഴ്ച. ഇതൊക്കെ ഇൻഡിവിജ്വൽ ആയിട്ട് അലക്കുന്ന സ്ഥലങ്ങളാണ്. മെഷീൻ ഉപയോഗിച്ച് അലക്കുന്ന ആൾക്കാരുണ്ട്, അതല്ലാതെ മാനുവൽ ആയിട്ട് ഇവിടെ നിന്നിട്ട് അലക്കുന്ന ആൾക്കാരുണ്ട്. അതുപോലെ അലക്കുന്ന ആൾക്കാർ ധോബീസ് എന്നാണ് പറയുക. നമ്മളിപ്പോ ഉള്ളത് ധോബിഘട്ടിലും. നോക്കി ഇവിടെ നോക്കിയപ്പോ കണ്ടതാണ് ഇത് ആമ. ഇവര് അലക്കാൻ ഉപയോഗിക്കുന്ന ലിക്വിഡ് ഇത് നോക്കി. ഇതൊക്കെ ഹോസ്പിറ്റലിലുള്ള സാധനങ്ങളാണ് തോന്നുന്നത്. നേഴ്സുമാരുടെ ഇത് അലക്കുന്ന സ്ഥലമാണ്. ഇവിടെയാണ് ഇവരുടെ ലിക്വിഡ് വെച്ചിട്ട് ഇത് ഇൻഡിവിജ്വൽ ആയിട്ട് അലക്കുന്ന സ്ഥലം കേട്ടോ. അങ്ങോട്ട് പോയി നോക്കാം. അവിടെ നോക്കിയാൽ കാണാം ചേട്ടൻ അത് നല്ലപോലെ ഇസ്തിരിട്ട് ഉണക്കാം. കണ്ടോ, ഇതൊക്കെ അലക്കാൻ വന്ന ഡ്രസ്സുകളാണ്. അവർക്ക് ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. ഇതൊക്കെ മൊത്തം അലക്കി ഇവർ കൊടുക്കും. ബൾക്കായിട്ട് എടുത്തിട്ട് അലക്കി കൊടുക്കുന്നതാണ് ഇവരുടെ ഒരു സ്പെഷ്യാലിറ്റി കേട്ടോ. മുകളോട്ട് നോക്കിയാൽ കാണാം വലിയ വലിയ ബിൽഡിങ്സ്. ഇവര് ചൂടുവെള്ളത്തിലാണ് കേട്ടോ ആദ്യം ഇത് കഴുകുന്നത്. അതിനുശേഷമാണ് മറ്റുള്ള രീതിയിൽ സോപ്പ് ഉപയോഗിച്ചിട്ടൊക്കെ കൈ വൃത്തിയാക്കുന്നത്.
ഇലക്കി കഴിഞ്ഞ ശേഷം വെള്ളം ഡ്രെയിൻ ചെയ്യുന്നുണ്ടോ. അവിടുന്ന് ജസ്റ്റ് പുറത്തിറങ്ങി. ഇവിടെ ചിക്കൻ വിൽക്കുന്നത് ഇങ്ങനെയാട്ടോ, റോഡ് സൈഡിൽ തന്നെ. ഞാനിപ്പോ ഒരു ഫിഷ് മാർക്കറ്റ് കൂടെ നടക്കുന്നതാണ്. ഈ ഏരിയ മൊത്തം ഇതുപോലുള്ള ഫിഷ് മാർക്കറ്റ്, അതുപോലെ തന്നെ മീറ്റൊക്കെ വിൽക്കുന്ന സ്റ്റാളുകളുള്ള സ്ഥലങ്ങളാണ്. ആട്ടിറച്ചി കിട്ടുന്ന ഷോപ്പാണ്. ഇവിടെ റോഡ് സൈഡിൽ തന്നെ മുടി വെട്ടുന്നുണ്ടോ, ഇതുപോലെ തന്നെയുള്ള ഒരു മുടി വെട്ടുന്ന ഷോപ്പാണിത്. ഇപ്പോ അജലി ദർഗയിലേക്ക് പോകുന്ന വഴിയിലാണ്. ഇപ്പോ ശനിയാഴ്ച ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കാണ്. തിരക്ക് മീൻസ് ക്രൗഡ്. കുറെ ആളുകളൊക്കെ ബീച്ച് ആസ്വദിക്കാനാണ് ഇങ്ങോട്ട് വരുന്നത് കേട്ടോ. ഫാമിലി ആയിട്ട് വന്നിട്ട് ബീച്ചിൽ ഇറങ്ങി കളിക്കാണ്. ഇവിടെ നിന്നുള്ള വ്യൂ ഉണ്ടോ നിങ്ങള്? ഗായ്സ്, നമ്മളിപ്പോ കാമാത്തിപുരയിലേക്കാണ് പോകുന്നത്. ഇവിടുന്ന് ഒരു 25 മിനിറ്റ് നടക്കാനുണ്ട്. ഉമറിനെ മാത്രം ശ്രദ്ധിക്കണം. ഉമറിനെ കാമാത്തിപുരത്തില് ചിലപ്പോ കാണുമ്പോ എന്നില്ലാതെയാകും. എന്തൊരു സന്തോഷം. പൂച്ചയെ വളർത്തുന്നുണ്ട്. ഈ പൂച്ചക്ക് ഇപ്പൊ ഓപ്പറേഷൻ കഴിഞ്ഞിട്ടേ ഉള്ളൂ കേട്ടോ. 12 പൂച്ചയെ വളർത്തുന്നുണ്ട്. കാമാത്തിപുര മാർക്കറ്റ്. കാമാത്തിപുര എന്ന് പറയുന്നത് വെറും സെക്സിന് മാത്രമുള്ള സ്ഥലമൊന്നുമല്ല. ഇവിടെ ക്ലോത്ത് മാർക്കറ്റ് അടിപൊളിയായിരിക്കും. എല്ലാം ഉണ്ട്. നോർമൽ സിറ്റി തന്നെയാണ്. ആര് കാമാത്തിപുരയിലാണ് ഉള്ളത്. ഇവിടെ നിങ്ങൾ കണ്ടില്ലേ, ഒരുപാട് പേര് റോട്ടിൽ അങ്ങനെ നിൽക്കുന്നുണ്ട്. इतना पैसा नहीं बोला मैं आपको. 600 1 hour 200. एक बार ट्राई करो सर. दिखा देता हूँ आपको पूरा कमाटी पूरा रेड लाइट एरिया पूरा. कॉलेज गर्ल्स मिलेगा बोल लेना. नाइट में यहाँ तक कॉलेज गर्ल्स आएगा. ഇപ്പൊ എവിടെ ഗായ്സ് നിങ്ങൾ കാണുന്നില്ല, ചങ്ങായി പോകുന്നില്ല. ഞാൻ അവരോട് പറഞ്ഞു. അപ്പൊ നമ്മള് അവിടെ പോയ സമയത്ത് ചില ഏരിയകളിൽ പ്രത്യേകമായിട്ട് അവരുണ്ടാവും. എല്ലാം നേരത്തെ ഷംനാസ് പറഞ്ഞ പോലെ ഇതിനായിട്ടുള്ള ഏരിയ അല്ല, കുറെ ക്ലോത്തിന്റെ ഏരിയ അങ്ങനെയൊക്കെ ആണല്ലോ. അത് ചില ഏരിയയിൽ വരുമ്പോ ഇതിനായിട്ട് ഏജന്റുമാരും എന്താ ശരിയാണോ തെറ്റാണോ എന്ന് ഞാൻ പറയുന്നില്ല. കാമാത്തിപുര വന്ന് തന്നെ മുംബൈയിൽ ഇങ്ങനെ ഒരു സ്ഥലമുണ്ട്. ഇങ്ങനെ ഒരു സ്ഥലം ഉണ്ടായിട്ട് അത് അവിടുത്തെ ലൈഫ് എന്താണ്, അവിടെയുള്ള ആൾക്കാർ എങ്ങനെയാണ് ജീവിക്കുന്നത്, അതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ അങ്ങോട്ട് പോയത്. ഒരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. എന്തായാലും ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് വീഡിയോ എടുത്തത്. അതുകൊണ്ട് തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക, പറ്റുമെങ്കിൽ ഷെയർ ചെയ്യുക. നമ്മളിപ്പോ മുഹമ്മദ് അലി സ്ട്രീറ്റിലാണുള്ളത്. ഇവിടെ കണ്ടോ, ഇവിടെ എല്ലാ സാധനവും നല്ല ചീപ്പ് റേറ്റിന് കിട്ടും. നമ്മളിപ്പോ ഇവിടെ ഭക്ഷണം കഴിക്കേണ്ടിയിട്ടാണ് വന്നത്. ഇവിടെ ഒരുപാട് കടകളുണ്ട് കണ്ടോ, ചെറിയ ചെറിയ സ്റ്റാളുകളായിട്ട്. പോലെ വിശക്കുന്നുണ്ട്. എന്തായാലും ഭക്ഷണം കഴിക്കണിട്ടാണ് ഇങ്ങോട്ട് വന്നത്. ഏതെങ്കിലും നല്ലൊരു കട നോക്കണേ. ഇവിടെ നല്ല നല്ല എന്ത് കിട്ടുന്ന പറഞ്ഞത് എനിക്ക് എന്ത് ഫുഡ് കിടക്കും. ബീഫ് കൈമ അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ നല്ല പോലെ വെറൈറ്റി ആണ്. ബീഫ് കിട്ടും, അടിപൊളി. അപ്പൊ അത് കഴിക്കേണ്ടിട്ടാ വന്നത്. നല്ല പോലെ വിശക്കുന്നുണ്ട് കേട്ടോ. ഇത് കണ്ടി 3 കിലോമീറ്റർ 2.4 കിലോമീറ്റർ ട്രാവൽ പണിയുണ്ട്. അതെ. ഈ ഒരു ഭാഗം മൊത്തം പച്ചക്കറി ഷോപ്പാണ് കണ്ടോ. എല്ലാം നല്ല ഫ്രഷ് പച്ചക്കറി കിട്ടും. അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. ഇവര് നല്ല പോലെ തുടച്ച് വൃത്തിയാക്കിയിട്ടാണ് കച്ചവടം ചെയ്യാറ് പതിവ്. ചിക്കൻ ഗ്രേവി, അതുപോലെ തന്നെ ചപ്പാത്തി, റൊട്ടി, പിന്നെ ബീഫ് കീമ. ഇത് നോക്കിയേ, ഞാൻ ആദ്യം വിചാരിച്ചു ചെറുപയർ കറിയാണ്. പിന്നെ സലാഡും. ഇത് കഴിക്കാണ്. ഇത് കഴിച്ചിട്ട് ഇവിടുന്ന് കുറച്ച് ദൂരം ഉണ്ട് റൂമിലേക്ക്. ബീഫ് എങ്ങനെയുണ്ട്?
അടിപൊളി. ഇതിങ്ങനെ ബീഫിന് അരച്ച് കറി പോലെ കറിയല്ല, അങ്ങനത്തെ ഒരു സാധനമാണ്. വായിൽ വെച്ചാൽ മതി, കടിക്കേണ്ട ആവശ്യമില്ല. സെറ്റാണ്. എങ്ങനെയുണ്ട്? കിട്ടില്ലോ അടിപൊളി 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 കൊള്ളാം, അടിപൊളി. അപ്പൊ ഞാനും കഴിച്ചിട്ട് വരാം കേട്ടോ. ഇപ്പോ സമയം 12 മണിയായിട്ടോ. റൂമിലേക്ക് പോവാം. ഇവിടുന്ന് കുറച്ച് ദൂരം ഉണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ പറ്റുമെങ്കിൽ ഷെയർ ചെയ്യാം. ചാനൽ പുതുതായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഇനി ഇതുപോലത്തെ ഒരുപാട് ട്രാവൽ വീഡിയോസ് വരുന്നതാണ്. അപ്പോൾ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ ഗൈസ്. ബൈ.